ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ കമ്പനി അക്കൗണ്ട്സ് എന്ന ടോപ്പിക്കിൽ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 2 പാർട്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഇതുവരെ നമ്മൾ കമ്പനിയുടെ മീനിങ്, ഡെഫിനിഷന്, ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ് ഓഫ് കമ്പനി എന്നീ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന ടോപ്പിക്കാണ്. ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ഈ ടോപ്പിക്ക് ഓൾറെഡി +2 ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഈ ചാപ്റ്റർ, കമ്പനി അക്കൗണ്ട്സ് എന്ന ചാപ്റ്റർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഷെയർ ഇഷ്യൂമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഫോർഫീച്ചർ, റീഇഷ്യൂ തുടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കമ്പനിയുടെ ഡെഫിനിഷൻസ്, ടൈപ്സ്, ഫോർമേഷൻ, അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം ഫോം ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു കമ്പനി ഫോം ചെയ്യാൻ. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഒരു ദിവസം ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ കമ്പനിയുടെ കേസിൽ കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ലീഗൽ പ്രൊസീജിയറിലൂടെ കടന്നു പോകണം. സോ കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് പറയുന്നുണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് കമ്പനി ഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഫോർമേഷൻ ഓഫ് എ കമ്പനി ഇൻവോൾവ്സ് 4 മെയിൻ സ്റ്റേജ്. ഫസ്റ്റ് വൺ പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അങ്ങനെ ഈ 4 സ്റ്റേജിലൂടെ കടന്നിട്ടാണ് ഒരു കമ്പനി ഫോം ചെയ്യുക. ഇനി എന്താണ് ഈ 4 സ്റ്റേജിൽ പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൊമോഷൻ ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ കമ്പനി. പ്രൊമോഷൻ സിംപ്ലി മീൻസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ബ്രിങ്ങിങ് ദി കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. ഒരു കമ്പനി ഫോം ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് സ്റ്റേജാണ് പ്രൊമോഷൻ എന്നുള്ളത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ കമ്പനി കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിലവിൽ വരുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയെയും നമ്മൾ പ്രൊമോഷൻ എന്ന് വിളിക്കാം. ഒരു കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു ബിസിനസ് ഐഡിയ കൊണ്ടുവരും. ആ ബിസിനസ് ഐഡിയ കൊണ്ടുവന്നിട്ട് അത് കമ്പനിയാക്കാൻ വേണ്ടിയിട്ട്, കമ്പനിയായി നിലവിൽ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിയെയും നമ്മൾ പ്രൊമോഷൻ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. ആ ബിസിനസ് ഐഡിയയെ കമ്പനിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണോ നടക്കുന്നത് അതിനെയെല്ലാം പ്രൊമോഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആരാണോ ആ ഇനീഷ്യേറ്റ് എടുക്കുന്നത്, ആ ബിസിനസ് ഐഡിയ കമ്പനിയാക്കാൻ വേണ്ടിയിട്ട് ഇനീഷ്യേറ്റ് എടുക്കുന്ന ആൾ, ആ വ്യക്തിയെ പ്രൊമോട്ടർ എന്ന് വിളിക്കുന്നു. അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആകാം. ഓക്കെ, ചിലപ്പോൾ ഒരാളുടെ മൈൻഡിൽ വന്നിട്ടുള്ള ബിസിനസ് ഐഡിയ ആകാം, അയാൾ അതിനെ ബിസിനസ് ഐഡിയയെ കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആവാം പ്രൊമോട്ടേഴ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൊമോഷൻ എന്നുള്ളതും ആരാണ് പ്രൊമോട്ടേഴ്സ് എന്നുള്ളതും മനസ്സിലായി കാണും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനി ആയാലും, അതിപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിലും കമ്പനി ആയിട്ട് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ, അതിപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിലും ഒരു കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടും. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 3rd സ്റ്റേജാണ് റൈസിംഗ് ഓഫ് ക്യാപിറ്റൽ. ഒരു കമ്പനി ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് കമ്പനിക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി, അഥവാ ഫ്രണ്ട്സിൽ നിന്നോ റിലേറ്റീവ്സിൽ നിന്നൊക്കെ ഫണ്ട് റേസ് ചെയ്തിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്നാണ്. അപ്പോൾ പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയറോ ഡിബെഞ്ചറോ ഇഷ്യൂ ചെയ്യും. എന്നിട്ട് അങ്ങനെ എന്ത് ചെയ്യും? ഫണ്ട് റേസ് ചെയ്യും. ഒരു പുതിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. കാരണം ആ കമ്പനിയെ പറ്റിയിട്ട് ആർക്കും അവെയർ ഇല്ല.
അതുകൊണ്ട് തന്നെ പബ്ലിക് ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഒരു മടി കാണിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ കമ്പനി എന്ത് ചെയ്യും? ഈ ഷെയർസ് അണ്ടർ റൈറ്റേഴ്സിന് കൊടുക്കും. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഏജൻസി ആവാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം. ഓക്കെ, അവർ ഈ കമ്പനിയുടെ ഷെയർ മൊത്തം വാങ്ങുന്നു. എന്നിട്ട് ഈ അണ്ടർ റൈറ്റേഴ്സ് പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതിനൊരു കമ്മീഷനൊക്കെ ഈ അണ്ടർ റൈറ്റേഴ്സ് ഈടാക്കും. അതിനാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി അണ്ടർ റൈറ്റേഴ്സുമായിട്ട് ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടും. ദെൻ അപ്ലിക്കേഷൻ ടു ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ ലിസ്റ്റിംഗ് ഓഫ് ഷെയർസ്. ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റ് വഴിയേ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർസ് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുക. അങ്ങനെ അപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. അപ്പോൾ അപ്ലിക്കേഷന് കൊടുത്തു, ഷെയർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഷെയർ വാങ്ങിക്കുമ്പോൾ, പബ്ലിക് ഷെയർ വാങ്ങിക്കുമ്പോൾ ആ ഷെയർസിൻ്റെ മണി ഒരു ബാങ്കിലേക്കാണ് വരിക. അപ്പോൾ ബാങ്കുമായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഒരു ബാങ്കിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അതേപോലെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്ററെയും അപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് ക്ലിയർ. ദെൻ ഇൻവിറ്റേഷൻ ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ടു ദി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം പബ്ലിക്കിന് ഷെയർ ഇൻവൈറ്റ് ചെയ്യുക, എന്ന് വെച്ചാൽ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ പബ്ലിക് എന്ത് ചെയ്യും? ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ പബ്ലിക് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്തു, കമ്പനിക്ക് അപ്ലിക്കേഷൻസ് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ആ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുക. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഓൺ റിസീവിങ് അപ്ലിക്കേഷൻ ഓഫ് ഷെയർസ്. അപ്പോൾ അതോട് കൂടിയിട്ട് കമ്പനി ഫണ്ട് റേസ് ചെയ്യൽ ആരംഭിക്കും. അങ്ങനെ കമ്പനി എന്ത് ചെയ്തു? ഫണ്ടൊക്കെ റേസ് ചെയ്തു, ആവശ്യത്തിനുള്ള ഫണ്ടൊക്കെ കിട്ടി. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റേജ് എന്നുള്ളത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഓക്കെ, അപ്പോൾ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൽ പറയുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞത് തൊട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് കമ്പനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്നും കമൻസ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ലഭിച്ചാൽ മാത്രമേ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പനിയുടെ ഫോർമേഷൻ പഠിച്ചു. 4 സ്റ്റേജസ് ആണ് കമ്പനിയുടെ ഫോർമേഷനിൽ മെയിനായിട്ടും പറയുന്നത്. പക്ഷേ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റേസിംഗ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാലൻട്രീസും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമാണ്. നെക്സ്റ്റ്, ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ക്യാപിറ്റൽ എന്നാൽ എന്താണ്? ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ കമ്പനിയുടെ കേസിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ്. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് റേസ് ചെയ്യുന്ന ക്യാപിറ്റലിനെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയും. ദ ടേം ഷെയർ ക്യാപിറ്റൽ ഡിനോട്ട്സ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ്ഡ് ഓർ ടു ബി റേസ്ഡ് ബൈ ദി കമ്പനി ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഓക്കെ, അപ്പോൾ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലിനെ ഓരോ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത ഒരു യൂണിറ്റിനെ നമ്മൾ ഒരു ഷെയർ എന്ന് വിളിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്നുള്ളത് 20 lakh ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 20 lakh പബ്ലിക്കിന് വാങ്ങാൻ വേണ്ടിയിട്ട് ഈ 20 lakh ഷെയർ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്യും. എത്ര? 100 രൂപയുടെ ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആണ്, 100 രൂപയുടെ ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം എത്ര യൂണിറ്റ് ഷെയർ ഉണ്ടാകും? 20,000 യൂണിറ്റ് ഷെയർസ് ഉണ്ടാകും. അപ്പോൾ 20,000 യൂണിറ്റ്സ് ഷെയർസ്, ഒരു ഷെയറിന് എത്രയാണ് വില? 100 രൂപ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഷെയർ ക്യാപിറ്റൽ 20 lakh. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയാണെന്ന് പറഞ്ഞത്? 100 രൂപ. അപ്പോൾ 100 രൂപ വിലയുള്ള ഒരു യൂണിറ്റിനെ ഒരു ഷെയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ ഷെയർ പർച്ചേസ് ചെയ്ത ആളെ നമുക്ക് എന്ത് വിളിക്കാം? ഷെയർ ഹോൾഡർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ആരാണോ ഷെയർ പർച്ചേസ് ചെയ്തത് അവരെ ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഷെയർസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഒരുപാട് ടൈപ്പ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഓതറൈസ്ഡ് ഓർ രജിസ്ട്രേഡ് ഓർ നോമിനൽ ക്യാപിറ്റൽ. എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ? ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് വിച്ച് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റൈസ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്.
ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് റൈസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത്. ഒരു കമ്പനിയുടെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർസ് ഉണ്ടാകും. ഈ ക്യാപിറ്റൽ ക്ലോസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള എമൗണ്ട്, ആ ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ ലിമിറ്റഡിൻ്റെ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ എഴുതിയിട്ടുള്ള മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ 20 lakh ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത് 20 lakh ആകും. ഓക്കെ, 20 lakh. അപ്പോൾ ഒരു കമ്പനിക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ മാക്സിമം എത്രയാണ് സാധിക്കുക? ഓതറൈസ്ഡ് ക്യാപിറ്റൽ വരെയാണ് മാക്സിമം ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ? Issued capital is the part of the authorized capital which is offered to the public for subscription is called issued capital. Issued capital എന്നത് ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ്. പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഒരു എക്സാമ്പിൾ, നമ്മളുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത് എത്രയാണ് പറഞ്ഞത്? 20 lakh ആണ്. കമ്പനിയുടെ തുടക്കത്തിൽ തന്നെ കമ്പനി ഓതറൈസ്ഡ് ക്യാപിറ്റലൊന്നും ഇഷ്യൂ ചെയ്യില്ല. കമ്പനിയുടെ ഫണ്ട്, കമ്പനിക്ക് എത്രയാണോ ഫണ്ട് ആവശ്യം അതിനനുസരിച്ചിട്ടാണ് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, എ ലിമിറ്റഡിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത് 20 lakh ആണ്. കമ്പനിക്ക് ആവശ്യം 10 lakh ആണെന്നുണ്ടെങ്കിൽ ആ 10 lakh മാത്രമേ കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയർ ക്യാപിറ്റലാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ക്ലിയർ? നെക്സ്റ്റ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തു. ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പബ്ലിക്ക് വാങ്ങണം എന്ന് യാതൊരു നിർബന്ധമില്ല. പബ്ലിക്കിന് അതെന്ത് ചെയ്താൽ മതി? വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഓക്കെ, നമ്മൾ പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തു. എന്നാൽ പബ്ലിക്ക് അത് എത്ര സബ്സ്ക്രൈബ് ചെയ്തു, പബ്ലിക്ക് അത് എത്ര വാങ്ങി എന്നുള്ളതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് റെപ്രസെൻറ്റ് ദ ഫേസ് വാല്യൂ ഓർ നോമിനൽ വാല്യൂ ഓഫ് ഷെയർ സബ്സ്ക്രൈബ്ഡ് ബൈ പേഴ്സൺ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ്. എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? പബ്ലിക്ക് അല്ലെങ്കിൽ വ്യക്തികൾ എത്ര ഷെയർ സബ്സ്ക്രൈബ് ചെയ്തു അതിൻ്റെ നോമിനൽ വാല്യൂയാണ് ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമ്പിളിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നുള്ളത് 20 lakh ആണ് അല്ലേ? 100 രൂപയുടെ 20,000 ഷെയർസ്. അങ്ങനെ ഈ 20,000 ഷെയർസ് കമ്പനി അറ്റ് എ ടൈമിൽ ഇഷ്യൂ ചെയ്യില്ല. അതിൽ 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് ആവശ്യം 10 lakh ആണ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്തു? 10 lakh ഷെയർസ് ഇഷ്യൂ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു 10 lakh കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പബ്ലിക്കിന് വേണ്ടിയിട്ട് കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. എന്നാൽ പബ്ലിക്ക് അതിൽ നിന്ന് ആ 10 lakh നിന്ന് അല്ലെങ്കിൽ 10,000 നിന്ന് 10,000 ഷെയർസാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് 8,000 ഷെയർസ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്ക് അത് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് എത്രയാകും? 8 lakh ആകും. 8,000 × 100. ഓക്കെ, 8,000 × 100 എത്രയാണ് വരിക? 8 lakh. ഇഷ്യൂ ചെയ്ത ഷെയർ ക്യാപിറ്റലിൽ നിന്ന് പബ്ലിക്ക് എത്ര ഷെയർ പർച്ചേസ് ചെയ്തു എന്നതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ 100 രൂപ വില വരുന്ന 10,000 ഷെയർസ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തു. സോ ദാറ്റ് ഈസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതിൽ നിന്ന് 8,000 ഷെയർസ് മാത്രമേ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ, പർച്ചേസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 8 lakh ആകും സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി 10 lakh വെച്ചാൽ ഇഷ്യൂ ചെയ്ത മുഴുവൻ ഷെയർസും പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയാകും? 10 lakh ആകും.
ഓക്കെ, നെക്സ്റ്റ് ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോർഷൻ ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ദ ഡയറക്ടേഴ്സ് റിക്വയർഡ് the shareholders to pay on the shares allotted to them is known as called up capital. Called up capital എന്നുള്ളത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു പോർഷനാണ്. ഷെയർ ഹോൾഡേഴ്സിനോട് അടക്കാൻ പറഞ്ഞിട്ടുള്ള, പേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എക്സാമ്പിൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 20 lakh, 10 lakh ഇഷ്യൂ ചെയ്തു, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തത് 8 lakhൻ്റെ ഷെയർസാണ് സബ്സ്ക്രൈബ് ചെയ്തത്. 8 lakh എന്ന് പറയുമ്പോൾ 80,000 ഷെയർസ് അറ്റ് ₹100, 100 രൂപ വില വരുന്ന 8,000 ഷെയർസ്. ക്ലിയർ? ഇതിൽ കമ്പനി അറ്റ് എ ടൈമിൽ 100 രൂപ കോൾ ചെയ്യില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആപ്ലിക്കേഷൻ മണിയായിട്ട് ആദ്യം കുറച്ച് മേടിക്കും, ദെൻ അലോട്ട്മെൻറ്റ് മണി, പിന്നെ കോൾ മണി. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്ലിക്കേഷനായിട്ട് 30 മേടിച്ചു, അലോട്ട്മെൻ്റ് ആയിട്ട് 30 മേടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊത്തം 60 രൂപ കോളപ്പ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്ര വരിക? 8,000 ഇൻറ്റു 60. ഓക്കെ, 100 രൂപയാണ് ഫേസ് വാല്യൂ, പക്ഷേ 100 രൂപ മുഴുവനും കോൾ ചെയ്തിട്ടില്ല. അതിൽ എത്രയാണ് കോൾ ചെയ്തിട്ടുള്ളത്? 60 ആണ്. അപ്പോൾ 8,000 ഇൻറ്റു 60. സോ കോൾഡ് അപ്പ് ക്യാപിറ്റൽ 4,80,000. ക്ലിയർ? അപ്പോൾ 8,000 ഷെയർസ് 60 രൂപ വെച്ചിട്ട് അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റ് മണിയും കോൾ ചെയ്തു. അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്തു? പബ്ലിക്കിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തു. ഓക്കെ, കോൾ ചെയ്തു എന്ന് പറയാം. അങ്ങനെ 8,000 ഷെയർസ് 60 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തു? കോൾ ചെയ്തു. ആ കോൾ ചെയ്ത ഷെയറിൽ എത്ര ഷെയർസ് പെയ്ഡപ്പ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് എത്ര പേ ചെയ്തു എന്നതാണ് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ദ പാർട്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ്. എ കമ്പനി വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദി ഷെയർ ഹോൾഡേഴ്സ് ഈസ് കോൾഡ് പെയ്ഡപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ അഥവാ അടക്കാൻ വേണ്ടിയിട്ട്, ഷെയറിൻ്റെ എമൗണ്ട് അടക്കാൻ വേണ്ടി പറഞ്ഞ ആ എമൗണ്ടിൽ എത്ര എമൗണ്ട് പേ ചെയ്തു, ഷെയർ ഹോൾഡേഴ്സ് എത്ര എമൗണ്ട് പേ ചെയ്തു എന്നതാണ് പെയ്ഡപ്പ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ പേ ചെയ്യാത്ത എമൗണ്ട് ഉണ്ടാകും, അതിനെ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നു. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ നമ്മൾ എത്രയാണ് കോൾഡ് അപ്പ് ചെയ്തത്? 8,000 ഷെയർസ് അറ്റ് ₹60. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4,80,000 നമുക്ക് കോൾഡ് അപ്പായിട്ട് കിട്ടണം. ഇതാണ് നമ്മൾ കോൾഡ് അപ്പ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ. എന്നാൽ ഇതിൽ 7,000 ഷെയർ ഹോൾഡേഴ്സാണ് എത്ര രൂപ വെച്ചിട്ട് അടച്ചിട്ടുള്ളൂ? 60 രൂപ വെച്ചിട്ട് അടച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 1000 ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെൻറ്റ് മണിയും അപ്ലിക്കേഷൻ മണിയും അടച്ചിട്ടില്ല. സോ പെയ്ഡപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര വരെ? ഇവിടെ 4,20,000 ആണ് വരിക. ക്ലിയർ? അപ്പോൾ എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, എന്താണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഈ 5 ടൈപ്പ് ക്യാപിറ്റലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ of a company which has not been called up as on any particular date. It is included both unreserved capital and reserved capital. ഓക്കെ, അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എത്രയാണ്? 8,000 ഇൻറ്റു 100, 8 lakh ആണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇതിൽ നമ്മൾ കോൾഡ് അപ്പ് ചെയ്തത് എത്രയാണ്? 60 രൂപ മാത്രമേ കോൾ ചെയ്തിട്ടുള്ളൂ, വെച്ചാൽ അപ്ലിക്കേഷനും അലോട്ട്മെൻറ്റ് മണിയും. അപ്പോൾ 8,000 ഷെയർസിന് 60 രൂപ വെച്ചിട്ട് നമ്മൾ കോൾ ചെയ്തു. ദാറ്റ് ഈസ് 4,80,000 ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. എന്നാൽ ഇവിടെ കോൾ ചെയ്യാത്ത ബാക്കി 40 രൂപയുടെ ഷെയർസ് ഉണ്ട്. എന്ന് വെച്ചാൽ 8,000 ഇൻറ്റു 40, 3,20,000. അതാണ് ഏത്? അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അൺകോൾഡ് ക്യാപിറ്റൽ
വീണ്ടും അത് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അൺറിസർവ്ഡ് ക്യാപിറ്റലും ആൻഡ് റിസർവ് ക്യാപിറ്റലും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് മനസ്സിലായി കാണും. ക്ലിയർ? അപ്പോൾ അടുത്താണ് അൺറിസർവ്ഡ് ക്യാപിറ്റൽ. Unreserved capital is that part of uncalled capital which has been called up any time by the board of directors to increase the capital base. അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തോന്നുകയാണ് ക്യാപിറ്റൽ ബേസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യിക്കണം, കുറച്ചുകൂടി ക്യാപിറ്റൽ വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും. അപ്പോൾ അതിനെയാണ് അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ മറ്റൊരു ഭാഗമാണ് റിസർവ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ദ കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഡിസൈഡഡ് നോട്ട് ടു കോൾ അപ്പ് എക്സെപ്റ്റ് ഇൻ ദി ഇവൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. ഓക്കെ, അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ കമ്പനി ഒരു സർട്ടൈൻ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യും, റിസർവായി കീപ്പ് ചെയ്യും. ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് റിസർവ് ക്യാപിറ്റലായിട്ട് മാറ്റിവെക്കും. ഇങ്ങനെ റിസർവ് ക്യാപിറ്റലായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്യാപിറ്റലിൽ കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തിനാണ് കമ്പനി റിസർവ് ക്യാപിറ്റൽ ഈ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള അപ്പോൾ എന്തിനാണ് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിൽ ക്രെഡിറ്റേഴ്സിന് എന്ത് ചെയ്യില്ല, ക്യാഷ് ഒന്നും കിട്ടില്ല. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഉറപ്പാണ്, വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് അഥവാ ഇനി കമ്പനി അടച്ചു പൂട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര റിസർവ് ക്യാപിറ്റൽ ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ക്രെഡിറ്റേഴ്സിനുള്ളത് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടാകും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അൺറിസർവ്ഡ് ക്യാപിറ്റലും എന്താണ് റിസർവ് ക്യാപിറ്റലും എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 40 രൂപയാണ് അൺകോൾഡ് ആയിട്ടുള്ള എമൗണ്ട്. എന്ന് വെച്ചാൽ 80,000 ഷെയർസ് 40 രൂപ വെച്ചിട്ട് കോൾ ചെയ്തിട്ടില്ല ഇതുവരെ, 60 കോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അൺകോൾഡ് എത്രയാണ്, 40 ആണ്. സോ 3,20,000 എന്താണ്, അൺകോൾഡ് ആണ്. ഇതിൽ 20 രൂപ നമ്മൾ എന്ത് ചെയ്യാം, ഇനി ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 20 രൂപ മാറ്റി വെക്കുന്നു. അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അൺറിസർവ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇനി 20 രൂപ ഇതിൽ ബാക്കി വരുന്ന 20 രൂപ കമ്പനി എന്ത് ചെയ്യില്ല, ഫണ്ട് റേസ് ചെയ്യില്ല. കമ്പനിക്ക് ഫണ്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഫണ്ട് റേസ് ചെയ്യില്ല. അത് എപ്പോൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ 20 യൂസ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ കമ്പനി മാറ്റി വെക്കുന്ന ആ എമൗണ്ടാണ് ഏത്, റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഷെയർസ്. എന്താണ് ഷെയർസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഈസ് കളക്റ്റഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ്, അല്ലേ? അപ്പോൾ എ ഷെയർ ഇൻ എ കമ്പനി ഈസ് വൺ ഓഫ് ദി യൂണിറ്റ് ഇൻ ടു വിച്ച് ഈസ് ദ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി ഈസ് ഡിവൈഡഡ്. ഇപ്പോൾ ഒരു ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റലിനെ സ്മോൾ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഓരോ യൂണിറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അതിലെ ഒരു യൂണിറ്റിനെയാണ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എക്സാമ്പിൾ സഹിതം പറഞ്ഞതാണ്. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ 46 കമ്പനീസ് ആക്ട് ഷെയർസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ ഷെയർസ് ഇൻ ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ സ്റ്റോക്ക്. അങ്ങനെയാണ് കമ്പനീസ് ആക്ട് ഷെയർസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഷെയർ ഈസ് എ ഫ്രാക്ഷണൽ പാർട്ട് ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ വിച്ച് ഫോംസ് ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് ഇൻ എ കമ്പനി. നമ്മൾ പറഞ്ഞു ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു പാർട്ടാണ് ഷെയർസ് എന്നുള്ളത്. ഈ ഷെയർസ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓണർഷിപ്പ്, കമ്പനിയുടെ ഓണർഷിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഓണർ ആവണമെന്നുണ്ടെങ്കിൽ ഷെയർ എന്ത് ചെയ്യുക, വാങ്ങാം. അപ്പോൾ ആരാണോ മണി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആൾ, അല്ലെങ്കിൽ ആരാണോ ഷെയർ പർച്ചേസ് ചെയ്യുന്ന ആൾ, അയാളെ നമ്മൾ എന്ത് വിളിക്കും, ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി എന്നൊക്കെ വിളിക്കാം. ഓക്കെ, ദ പേഴ്സൺ ഹു കോൺട്രിബ്യൂട്ട് മണി ടു വാട്ട് ഷെയർസ് ഈസ് കോൾഡ് ഷെയർ ഹോൾഡേഴ്സ്.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇനി കുറച്ചും കൂടി തിയറി പാർട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദാറ്റ് ഈസ് ക്ലാസസ് ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷെയർസ്, അതേപോലെ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് തുടങ്ങിയതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.